സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. KSKTUവിന്റെ നേതൃത്വത്തിൽ ഓച്ചിറ വില്ലേജ് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. സാമൂഹ്യക്ഷേമ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കണമെന്നും KSKTU ആവശ്യപ്പെട്ടു. പെൻഷൻ പദ്ധതി അട്ടിമറിച്ച KSKTU ഓച്ചിറ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ നീക്കം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് KSKTUവിന്റെ നേതൃത്വത്തിൽ ഓച്ചിറ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സുരക്ഷയും ക്ഷേമവും ഔദാര്യമല്ല അവകാശമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. ക്ഷേമ പെൻഷനുകൾ വീട്ടിലെത്തിച്ചു നൽകണമെന്നും KSKTU ആവശ്യപ്പെട്ടു. ഓച്ചിറ വില്ലേജ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മ KSKTU കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറി PB സത്യദേവൻ ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ നയം കേരള നിയമസഭയിൽ സഖാവ് നയനാർ പ്രഖ്യാപിക്കുന്നു. അരികവൽക്കപ്പെടുന്നവർക്ക് അവർക്ക് കൈത്താങ്ങാകാൻ എൻ്റെ ഈ സർക്കാർ ദാണ്ട ഇപ്പോൾ മുതൽ പ്രഖ്യാപിക്കുന്നു. ഈ പാവപ്പെട്ട മനുഷ്യർക്ക് നിവർന്നു നിൽക്കാൻ ശേഷിയില്ലാത്തവർക്ക് 60 വയസ്സ് പൂർത്തിയായവർക്ക് മണ്ണിലോട് മല്ലടിച്ചവർക്ക് 45 രൂപ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ക്ഷേമ പെൻഷൻ കർഷക തൊഴിലാളിക്ക് പ്രഖ്യാപിച്ചു. ആ ബില്ല് സഖാവ് മേശപ്പുറത്ത് വെച്ചു. ആ മേശപ്പുറത്ത് വെച്ചപ്പോൾ ബില്ലിനെ എതിർക്കപ്പെട്ടുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ കരുണാകരൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. കരുണാകരൻ നിയമസഭയിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ആ പ്രഖ്യാപനം കുടിയിലേക്ക് കാലനീട്ടിയിരിക്കുന്ന ഇവർക്ക് എന്തൊരു ക്ഷേമ പെൻഷൻ, ഇത് പ്രത്യുൽപാദനപരമല്ല. ആരെ നന്നാക്കാനാണ് ക്ഷേമ പെൻഷൻ കേരളത്തിലെ നയനാർ സർക്കാർ പ്രഖ്യാപിച്ചത്? അതുകൊണ്ട് ഈ തീരുമാനത്തെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി, കേരളത്തിലെ പ്രതിപക്ഷം നഖശിഖാന്തം എതിർക്കുന്നു എന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് കരുണാകരൻ നിയമസഭയിൽ ചെയ്ത പ്രസംഗം. R ദേവരാജൻ അധ്യക്ഷത വഹിച്ചു. S സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞു. സുരേഷ് നാറാണത്ത്, ബാബു കൊപ്പാറ, P ബിന്ദു, കബീർ സെയിൻ, അറുമുഖൻ, P ശിവൻ, ഇന്ദുലാൽ, KR ശശികുമാർ, മനോജ്, വിജയ കമൽ, അശോകൻ, കൃഷ്ണപ്രിയ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.